രാഹുൽ മാങ്കോട്ടത്തിൽ നമ്മോടൊപ്പം ഉണ്ട്. രാഹുൽ മാങ്കോട്ടത്തിൽ, എങ്ങനെയാണ് യൂത്ത് കോൺഗ്രസ് ഈ വിഷയത്തെ കാണുന്നത്? ജനാധിപത്യപരമായ വ്യവസ്ഥയിൽ രാഷ്ട്രീയ പ്രതികരണ ശൈലി തന്നെയാണ്. തികച്ചും ജനാധിപത്യപരമായിട്ടുള്ള ഒരു അവകാശമാണ്. അത് ചെയ്യാൻ ഈ നാട്ടിലെ ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും അവകാശമുണ്ട്. കരിങ്കൊടി പ്രതിഷേധങ്ങളോടുള്ള അസ്വസ്ഥത ജനാധിപത്യ വിരുദ്ധതയാണ്. ഈ കേരളത്തിന്റെ ഗവർണർ കേരളത്തിന് തന്നെ ഒരു ബാധ്യതയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ പദവിക്ക്, അദ്ദേഹം വഹിക്കുന്ന പദവിക്ക് അദ്ദേഹം ഒരു ബാധ്യതയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ജനാധിപത്യപരമായി നടക്കുന്ന പ്രതിഷേധങ്ങളോട് അസ്വസ്ഥത കാണിക്കുന്നത്. ഈ അസ്വസ്ഥതയ്ക്ക് തുടക്കം വെച്ചത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് എന്ന് ഈ സാഹചര്യത്തിൽ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. എങ്കിൽ പോലും ഈ വിഷയത്തിനകത്ത് അത് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ കേരളത്തിന്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ തിരിച്ചു വിളിക്കാൻ സർക്കാർ ആവശ്യപ്പെടണം. സർക്കാർ അങ്ങനെ ആവശ്യപ്പെടുന്ന പക്ഷം ആ ആവശ്യത്തോടൊപ്പം പ്രതിപക്ഷവും ഒരുമിച്ച് നിൽക്കും എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനായിട്ടുള്ളത്. ഇനിയും ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾക്ക് സംഘപരിവാരത്തോട് സീറോ ടോളറൻസ് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് തന്നെ സംഘപരിവാർ അജണ്ട നടപ്പിലാക്കുവാൻ വരുന്ന ഏതൊരു വ്യക്തിയോടും അതേ ശതമാനത്തിലുള്ള അസഹിഷ്ണുത തന്നെ ആയിരിക്കും കേരളം തുടർന്നും കാണിക്കുക. അപ്പൊ അതിനകത്തൊന്നും തർക്കമില്ല. പ്രതിഷേധങ്ങളോട് അസ്വസ്ഥപ്പെടുന്ന ഏതൊരു ശൈലിയും, ഏതൊരു ഭരണകൂട ശൈലിയും ഫാഷിസം എന്ന് തന്നെയാണ് നമ്മൾ ചേർത്ത് വിളിക്കേണ്ടത്. അതുകൊണ്ട് ഈ ചെയ്തികളൊന്നും അംഗീകരിക്കാൻ കഴിയില്ല. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ തിരിച്ചു വിളിക്കണമെന്ന ആവശ്യം യൂത്ത് കോൺഗ്രസിനുണ്ടോ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ? എത്ര കാലമായി ഈ കോൺഗ്രസ് ആവശ്യപ്പെടുന്ന ഒരു ആവശ്യമാണ് കേരളത്തിന്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. അദ്ദേഹത്തെ തിരിച്ചു വിളിക്കണമെന്ന് പറയാനുള്ള ആർജവം എന്തുകൊണ്ടാണ് സർക്കാരിനില്ലാത്തത്? എത്രാമത്തെ തവണയാണ് ഈ കേരളത്തിന്റെ പൊതുസമൂഹം? അഡ്വക്കേറ്റ് അനിൽകുമാർ, CPM സംസ്ഥാന സമിതി അംഗത്തിനോട് ഞാൻ നേരത്തെ ഈ ചോദ്യം ഉന്നയിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് കമ്മലിട്ടവൻ പോയാൽ കടുക്കനിട്ടവൻ വരുമെന്നാണ്. അത് ഇപ്പോ ആരിഫ് മുഹമ്മദ് ഖാൻ മാറരുത് എന്ന താല്പര്യം കൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെ പറയാം. പഴഞ്ചൊല്ലുകൾ പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. രാഹുൽ വ്യക്തമാണ്. തമിഴ്നാട് ഗവർണർ വ്യക്തമാണ്.